ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന് ഞാനിലേക്ക് സ്വാഗതം. ദ മൂവി എന്ന് പറഞ്ഞ പടത്തിൻ്റെ കർണാടകയിലെ മൾട്ടിപ്ലക്സിലത്തെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ. പിന്നെ തെലങ്കാനയിലെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ട് തമിഴ്നാട്ടിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ മാക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് നടക്കാൻ പോവുകയാണ്. ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡിസംബർ 22 6:30 മുതലായിരിക്കും. ശ്രീ ജഗദ്ഗുരു ജയദേവ മുരുകരാജേന്ദ്ര സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും നടക്കുക. പിന്നെ മൗഗ്ലി 2025 എന്ന് പറഞ്ഞ പടത്തിന്റെ ഓപ്പണിംഗ് സെറമണി ഇന്ന് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂജ നടക്കുന്നുണ്ട്. പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ജുക്ക് ബോക്സ് പുറത്തിറങ്ങി. പിന്നെ ഇഡി അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസൻ എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂട് മെയിൻ കഥാപാത്രത്തിന്റെ പടത്തിന്റെ 2 days പോസ്റ്റർ വന്നു. പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ UAE-GCCയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അത് അമേരിക്ക കാനഡയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതും കാണിക്കുന്നുണ്ട്. പിന്നെ UK യൂറോപ്പ് അവിടുത്തെ വന്നിട്ടുണ്ട്, അതും കാണിക്കാം. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഓസ്ട്രേലിയയിലെ 3D സ്ക്രീൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ജനുവരി 9 പടം റിലീസ് ആകാൻ പോകുന്നത്. ഇതിൽ ആസിഫ് അലി, അനശ്വരരാജ്, ഹരിശ്രീ അശോകൻ, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ് ഇവരൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ 50 ഓഡിയന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് 50 days എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ജയരവി നിത്യമേനൻ അഭിനയിച്ച പടത്തിലത്തെ ലെവൻഡർ നേരമ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. ഞാറന്മാരാണ് അതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബേബിജോൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ അസാർ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് വരാൻ പോവാണ്. ഇന്നാണ് റിലീസാവുക. അതിൻ്റെ ഒരു പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ശ്രേയ ഘോഷലും അർജിത് സിംഗാണ് പാട്ട് പാടിയിട്ടുള്ളത്. പിന്നെ കീർത്തി സുരേഷിന്റെ വെഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തലവതി അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ തലവതി വിജയും കീർത്തി സുരേഷും ഒക്കെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ എന്തായാലും. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യം ഇന്നലെ പറയാൻ മറന്നു. വേറെ ഒന്നുമല്ല, വയനാട്ടിലത്തെ ഷെഡ്യൂളാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇനി സ്റ്റാർട്ട് ആയിരിക്കണമല്ലോ. പിന്നെ ക്രിസ്റ്റഫറിനോളം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2024 ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഗ്ലാഡിയേറ്റർ 2 ആണെന്നുള്ളത്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്താണ് റിലീസിന് എത്തുന്നത്. ആശി കപ്പ് എടുക്കുന്ന പടമാണ്. പടത്തിന്റെ ട്രെയിലറൊക്കെ നല്ല ട്രെയിലർ തന്നെയായിരുന്നു. എന്തായാലും അതിന്റെ തിയേറ്റർ ലിസ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേരളത്തിലത്തെ. പിന്നെ ബാബുജി പ്രൊഡക്ഷൻസ് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 1 ആദ്യത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടമാണ്. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വർഷ വാസുദേവ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇന്ദ്രൻസും അതുപോലെയൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. എന്തായാലും പൂജ നടന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് ഇട്ടേ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഹിന്ദിയിലത്തെ മാത്രം കളക്ഷൻ 601.50 കോടിയായിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. 13 ദിവസം കൊണ്ടാണ്. പിന്നെ അതിലത്തെ പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കരാട്ടെ കിഡ് ലെജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മെയ് 30 പടം റിലീസ് ആകുമ്പോൾ ട്രെയിലർ ഗംഭീരമായിട്ടാണ് തോന്നിയത്. ഇതിൽ എസ്പെഷ്യലി ഒരു സ്ഥലത്ത് ചാടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചവിട്ട് വിട്ടുണ്ട്. ഗംഭീരമായിട്ടൊക്കെ തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. പിന്നെ വണങ്ങാൻ പറഞ്ഞിട്ടുള്ള അരുൺ വിജയ് അഭിനയിക്കുന്ന പടം ബാലയാണ് പടം എടുത്തിട്ടുള്ളത്. അവിടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ ശിവകാർത്തികൻ വന്നിട്ടുണ്ടായിരുന്നു, അതേമാതിരി സൂര്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറഞ്ഞ പടത്തിൽ അനാഡർമസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന്റെ ഡിസ്കഷനിലാണെന്നുള്ളതാണ് കേട്ടത്. ഇതുവരെ കൺഫേം ആയിട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ്, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസനൊക്കെ മെയിൻ കഥാപാത്രം എത്തുന്ന പടം. ആ പടം ജനുവരി 2025 റിലീസിനെത്തുന്നു പറഞ്ഞായിരുന്നു. പക്ഷേ അത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഏപ്രിൽ ആ സമയത്തൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്താണെന്നുള്ള അറിയില്ല. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. പിന്നെ ജി സ്ക്വാഡ് എന്ന് പറഞ്ഞ ലോകശനരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനി. ആ പ്രൊഡക്ഷൻ കമ്പനിന്റെ 3ാമത്തെ പടം അനൗൺസ് ചെയ്യുന്നു പറഞ്ഞിരുന്നത്. അത് വന്നിട്ടുണ്ട്. മിസ്റ്റർ ഭാരത് എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം ആക്ഷൻ പടമല്ല, റോംകോം ജേണറിലാണ് ഈ പടം വരാൻ പോണത് ആളുടെ പ്രൊഡക്ഷനിൽ. ഈ അനൗൺസ്മെന്റിന്റെ പ്രൊമോ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു രസമായിട്ടുള്ള പ്രൊമോ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരു 5 മിനിറ്റോളം ഉണ്ട്. എന്തായാലും രസമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഭാരത് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. നിരഞ്ജൻ എന്ന് പറഞ്ഞ ആളാണ് കഥ എഴുതിയിട്ടുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നു. പിന്നെ പൃഥ്വിരാജിനെ വെച്ചിട്ട് ഷഹീദ് അറഫത്ത് എന്ന് പറഞ്ഞ ആൾ ഒരു പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. തങ്കം എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ്. ഇതിന്റെ കഥ ഇതിന് ചിത്തുമാധവനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ നിലാവുക്ക് എൻമേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള പടം ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 3ാമത്തെ പാട്ടാണ്. അവിടത്തെ 3ാമത്തെ പാട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. എഡി എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. പാട്ട് നാളെയാണ് പുറത്തിറങ്ങിയ. ഈ പ്രകാശിന്റെ ഫേവറേറ്റ് മ്യൂസിക് ഇതാണ് ഈ പടത്തിലത്തെ. പിന്നെ സലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന് പറഞ്ഞ പടം ഡിസ്നി റിസോർട്ട്സാറിലൂടെ 300 കൂടുതൽ ദിവസം ട്രെൻഡിങ്ങിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ആളുടെ രാജാസാബ് എന്ന് പറഞ്ഞ പടത്തിൽ ആൾക്കൊരു ചെറിയ പരിക്കുപറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പറയാവുന്നത്. ഇവിടത്തിൻ്റെ ടീസർ ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് വരും എന്നുള്ള കുറേ റൂമേഴ്സ് വരുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കണ്ട എന്നുള്ള രീതിയിൽ രാജാസാബിൻ്റെ ടീമിനെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടീസർ വരും, അത് അതിൻ്റെതായ സമയത്ത് അറിയിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പടത്തിലത്തെ നിധി അഗർവാളിന്റെ ഒരു ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദിലീപ് അഭിനയിക്കുന്ന ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഡിസംബർ 20 സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിലത്തെ ദോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് 21 ഫുൾ സോങ് പുറത്തിറങ്ങുന്നത്. അപ്പം ഇന്നലെ 6/3 ഇതിന്റെ പ്രൊമോ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. മുന്നേ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പാട്ടിറക്കി, അതേപോലെയൊക്കെ തന്നെ വലിയ ഒരു സുഖമില്ലാത്തൊരു പാട്ട്. എന്തായാലും ഫുൾ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോഴത്തെ ഒരു പ്രൊമോ വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ഈ പടത്തിൽ നിന്ന് ദിൽരാജിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ വിഷയമുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ശങ്കറും ദിൽരാജും കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നെ മാർക്കം എന്ന് പറഞ്ഞ പടത്തിന്റെ 3 days പോസ്റ്റർ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു. അതൊരു ഫാൻ മെയ്ഡ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫാൻ മെയ്ഡ് അല്ല, ഒഫീഷ്യലായിട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ മാറിപ്പോയതാണ്. എന്തായാലും ഇന്നലെ തന്നെ 2 days പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ 2 days പോസ്റ്ററിൽ 2 കൈ ഇങ്ങനെ വെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. ഈ കയ്യിന്റെ സൈഡിൽ എല്ലാം ഇങ്ങനെ കാണാനുണ്ട്. ഇനി 1 day പോസ്റ്റർ എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഏത് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. മലയാളത്തിൽ ഏറ്റവും വയലന്റ് ആയി വരുന്ന പടമാണ്. അതുകൊണ്ടാണ് ഈ കൈ വെട്ടിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവുക. എന്തായാലും കേരളത്തിലത്തെ കളക്ഷൻ 1 കോടിയുടെ മുകളിൽ കടന്നിട്ടുണ്ട് പ്രീ സെയിൽസിലൂടെ മാത്രം. എന്തായാലും ഓപ്പണിംഗിൽ 2 കോടിയുടെ മുകളിൽ എന്തായാലും വരും.
എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ UAE-ത്തെ ഇതിന്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിന് സ്ക്രീൻ കാണിക്കാം. അതേമാതിരി തന്നെ ഒമാന്, ഖത്തർ, ബഹ്റൈൻ അവിടത്തെയും കാണിക്കുന്നുണ്ട്. പിന്നെ KSA, കുവൈത്ത് ഈ 3 ലിസ്റ്റ് ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ 29ാമത്തെ പടം SS രാജമൗലി എടുക്കുന്ന പടമാണ്. ഈ പടത്തിന്റെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 90% സെറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പടത്തിന്റെ ബഡ്ജറ്റ് 1000 കോടി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പാർട്ടിനും കൂടിയിട്ടാണ് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ജനുവരിയിൽ ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് 2027 റിലീസ് ആവുക, അതേപോലെ സെക്കൻഡ് പാർട്ട് 2029 റിലീസ് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ട് 2027 റിലീസ് ആയാലും മറ്റേ 2029-30 ചാടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടറിയല്ലോ. പിന്നെ ദുൽഖർ സൽമാൻ നഹാസേതായി തോന്നിക്കുന്ന പടം. അപ്പോൾ അതിൽ ദുൽഖറിന്റെ നായിക എഴുത്ത പ്രിയങ്ക അരുൺ മോഹനാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നുവെച്ചാൽ പടത്തിൽ 2 നായികമാരുണ്ടാവും, അതിലൊരു നായിക പ്രിയങ്ക മോഹൻ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ഷ്യാമോ, സന്തോഷ് നാരായണനോ, തമനോ അല്ലെങ്കിൽ വിഷ്ണു വിജയോ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലാരാവുന്നുള്ളത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ട്രെയിലർ വരും എന്ന് പറഞ്ഞിരുന്നു 6 മണിക്ക്. വന്നിട്ടുണ്ട്. ഒരു ഗംഭീര ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. ജനുവരിയിലാണ് പടം റിലീസ് ആവുന്നത്. എന്തായാലും പടം ഗംഭീരമാവും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.